വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി ചോക്ലേറ്റ് പേസ്ട്രീൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓവണോ അല്ലെങ്കിൽ ബീറ്ററോ ഒന്നും തന്നെ വേണ്ട. ഫ്രൈ പാനിലാണ് നമ്മൾ ചെയ്യുന്നത്. വെറും 10 മിനിറ്റ് മാത്രം മതി. പിന്നെ ഈ ഒരു റെസിപ്പീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വെറും 3 ചേരുവ മാത്രം മതി. കൊക്കോ പൗഡറോ മൈദയോ ഒന്നും തന്നെ വേണ്ട. വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. മുട്ടയൊന്നും ഇതിൽ നമ്മൾ ചേർക്കുന്നില്ല. നല്ല ഈസി ആയിട്ടൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അക്കാര്യം ആരും മറക്കരുത് കേട്ടോ. ഈ ഒരു റെസിപ്പി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഓറിയോ ബിസ്ക്കറ്റ് ഉപയോഗിച്ചിട്ടാണ്. 182 ഗ്രാമിൻ്റെ ഒരു ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിനകത്തുനിന്ന് ബിസ്ക്കറ്റ് എടുത്തിട്ട് ബിസ്ക്കറ്റിൻ്റെ അകത്തുള്ള ക്രീം സെപ്പറേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഈ കുക്കീസ് വേറെ ക്രീം വേറെ അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് 2 ബൗളിലേക്ക് മാറ്റിയിട്ടിടാം. ഇതുപോലെ ഏതെങ്കിലും ഒരു കത്തി ഉപയോഗിച്ചിട്ടോ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടോ ഇതുപോലെ ഒന്ന് വടിച്ചെടുത്താൽ മാത്രം മതി. ഇങ്ങനെ എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ബിസ്ക്കറ്റില്ലേ, അത് നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഏതെങ്കിലും ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചാൽ തന്നെ ഈസി ആയിട്ട് ഇത് പൊടിഞ്ഞ് കിട്ടും. ഇങ്ങനെ പൊടിച്ചെടുത്ത മിക്സ്ചറിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലാണ് നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. ഞാനിപ്പോൾ 1/2 കപ്പ് പാലാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാല് കൂടുതലായിട്ട് വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ, ഡ്രൈ ആയിട്ടാണ് ബാറ്റർ ഉള്ളതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാല് കുറച്ചായിട്ട് വേണം ഒഴിക്കാനായിട്ട്. ആദ്യം തന്നെ ഒരുപാട് പാൽ ഒഴിച്ചിട്ട് നല്ല വാട്ടറി ആക്കരുത്. ഞാനിപ്പോൾ 1/2 കപ്പ് പാൽ ചേർത്തപ്പോൾ ഇതുപോലെ നമ്മുടെ കേക്ക് ബാറ്ററൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ഫ്ലോവിങ് കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ബാറ്റർ ഉള്ളത്. ഇങ്ങനെയാണ് നമുക്കിത് വേണ്ടത്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ എടുക്കാം. ഫ്രൈ പാനിൽ കുറച്ച് ഓയിലൊന്ന് ഞാൻ തടവിയിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് ഫ്രൈ പാനാണ് ഉപയോഗിക്കേണ്ടത്. ഇതിനകത്തേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് ഈവണായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഈവണായിട്ട് സ്പ്രെഡ് ചെയ്തതിനു ശേഷം അടുപ്പത്ത് ഏതെങ്കിലും ഒരു പഴയ പാന് നിങ്ങൾ വെക്കുക. എന്നിട്ട് ചൂടാക്കുക. പഴയ ഏതെങ്കിലും ഒരു തട്ടായാലും മതി. അതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫ്രൈ പാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുക. അടച്ച് വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ കുക്ക് ചെയ്യുക. 10 മിനിറ്റ് തന്നെ ഇത് കുക്കാവും. പിന്നെ ഓരോരുത്തരുടെ അടുപ്പിൻ്റെ ഒരു ചൂടിന് ഡിഫറൻസിനനുസരിച്ച് ടൈമിൽ ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. ഈ ഒരു സമയത്ത് ഞാൻ നമ്മുടെ ആ ഒരു ക്രീമില്ലേ, ആ ക്രീം ഒന്ന് ലൂസാക്കാനായിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് 1 ടീസ്പൂൺ പാൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ക്രീം ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കേക്ക് കഴിക്കുന്ന ആ ഒരു ക്രീം കഴിക്കുന്ന ഒരു എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിപ്ഡ് ക്രീം ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു നമ്മൾ ബിസ്ക്കറ്റിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ടുള്ള ക്രീം മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഞാൻ പിന്നെ ആ പേസ്ട്രിക്ക് ശരിക്കുള്ള ആ ഒരു പേസ്ട്രിറ്റിൻ്റെ ആ ഒരു ലുക്ക് വരാനും ടേസ്റ്റ് വരാനായിട്ട് കുറച്ച് വിപ്ഡ് ക്രീം ഇതിൽ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കറക്റ്റ് 10 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് തണയാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂട് തണഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഒരു കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റാം. കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റിയിട്ട് ഇത് ഒന്ന് നമുക്ക് ലെവൽ ചെയ്തിട്ട് എടുക്കാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പേസ്ട്രി റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ കേക്കിൻ്റെ 4 വശം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ 4 വശവും കട്ട് ചെയ്തിട്ട് ഇതൊരു സ്ക്വയർ ഷേപ്പിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. സ്ക്വയർ ഷേപ്പിലാക്കിയതിന് ശേഷം ഞാൻ അതിനെ മുറിച്ചിട്ട് 2 റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അതായത് ഈക്വൽ ആയിട്ടുള്ള 2 പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്തതിന് ശേഷം ഞാനത് വീണ്ടും അട്ടിയായിട്ട് വെച്ചിട്ട് മുറിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സാധാരണ ഒരു പേസ്ട്രീൻ്റെ കട്ട് വരുന്ന പോലെ ആ ഒരു വലുപ്പത്തിലേക്ക് എത്തുന്ന വരെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നിന്ന് നമുക്ക് മൊത്തം 4 പേസ്ട്രിയാണ് ഉണ്ടാവുക. ഓരോ പീസായിട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഐസിങ് ബാഗിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. വെറുതെ ഒന്ന് ഒരു കത്തി ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്താലും മതി. അതിനുശേഷം ഒരു പീസ് മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ 4 എണ്ണം നമുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ക്രീം ഞാൻ ഒരു സ്റ്റാർ നോസിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മേലെയായിട്ട് ഓരോ ചെറി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു പേസ്ട്രീൻ്റെ ലുക്ക് കിട്ടുകയും ചെയ്യും. ടേസ്റ്റും
അതേപോലെ തന്നെ ആയി കിട്ടും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്പഞ്ച് സോക്ക് ചെയ്യണം, ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്യും സെർവ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ പെട്ടെന്നൊക്കെ ഒരു കേക്ക് കഴിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. എല്ലാ സാധനങ്ങളും നമ്മളെ വീട്ടിൽ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഓറിയോ വാങ്ങിയിട്ട് പാലിൽ മിക്സ് ചെയ്ത് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളെ സപ്പോർട്ട് കാണിക്കുക. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.